ഹായ് ഓൾ. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. 51ാമത്തെ ചോദ്യമാണ് ദ റേഷ്യോ ഓഫ് കാർബിഡോപ്പ ലീവോഡോപ്പ കോമ്പിനേഷൻ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് പാർക്കിൻസണിസം. അത്രയാണ് അതിൻ്റെ കോമ്പിനേഷൻ 1:10 ആണ് ഇവിടെ ആൻസറായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത റെസ്പിറേറ്ററി ഡിപ്രഷൻ ഡ്യൂ ടു മോർഫിൻ ഓവർഡോസ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ എന്താണ്? അത് നലോക്സോൺ അല്ലേ മോർഫിൻ്റെ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഒരു ആൻറ്റിഡോട്ട് എന്ന ചോദ്യമാണ് ചോദിച്ചത്. അടുത്ത മയസ്തീനിയ ഗ്രാവിസ് ന്യൂറോ മസ്കുലർ ഡിസീസ് ഡയഗ്നോസ്ഡ് ബൈ ഡയഗ്നോസ് ചെയ്ത് നമുക്കറിയാമല്ലോ എഡ്രോഫോൺ യൂസ് ചെയ്തിട്ടാണ് മൈസീനിയ ഗ്രാവിസ് ഡയഗ്നോസ് ചെയ്യുന്നത്. അടുത്ത പ്രൊസ്റ്റാഗ്ലാൻഡിൻ ഡെറിവേറ്റീവ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലോക്കോമ. അത് പേരിൽ തന്നെ ഉണ്ട് ഉത്തരം പ്രൊസ്റ്റാഗ്ലാൻഡിൻ ബിമറ്റോപ്രോസ്റ്റ് ആൻസർ. അടുത്തത് വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ഡ്രഗ് ഈസ് സെറോട്ടോണിൻ 2,5-HT2 ആൻറ്റഗോണിസ്റ്റ്. ഇതിൽ നമുക്ക് ഓപ്ഷൻ കണ്ടുപിടിക്കാം ഉത്തരം. സൊമാട്രിപ്റ്റ എന്ന് പറഞ്ഞാൽ ഒരു അഗോണിസ്റ്റാണ്, ആൻറ്റഗോണിസ്റ്റ് അല്ല. ഒണ്ടാൻസെട്രോൺ എന്ന് പറഞ്ഞാൽ 5-HT3 ആൻറ്റഗോണിസ്റ്റാണ്. ഇവിടെ 5-HT2 ചോദിച്ചത്. ലോസാർട്ടാൻ എന്ന് പറഞ്ഞാൽ അല്ല. പിന്നെ അതാണ് എയ്സിൽ ആക്ട് ചെയ്യുന്നതാണ്. അടുത്ത മെത്തിസർജൈഡാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് 5-HT2 ആൻറ്റഗോണിസ്റ്റ്. നെക്സ്റ്റ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് വിച്ച് ഇസ് നോട്ട് ആൻ ആർട്ടീരിയൽ വാസോ ഡയലേറ്റർ. അപ്പോൾ ഇവിടെ ഹൈഡ്രലാസിൻ, മിനോക്സിഡിൽ, ഡാസോക്സൈഡ് ഒക്കെ ഒരു ഡയലേറ്ററാണ്, വാസോ ഡയലേറ്ററാണ്. പക്ഷേങ്കിൽ മിഥൈൽ ഡോപ്പ ഒരു എന്താണ് ആർട്ടീരിയൽ ആർ വാസോ ഡയലേറ്റർ അല്ല. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ആൻറ്റി റെട്രോ വൈറൽ ഡ്രഗ്. അതാണ് ഇതിൽ ഓപ്ഷനില്ലാത്ത സിഡോവുഡിന് ഒരു ആൻറ്റി റെട്രോ വൈറൽ ഡ്രഗാണ്. അടുത്ത എൻ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻറ്റ് വിച്ച് കംസ് അണ്ടർ കാറ്റഗറി ഓഫ് സെക്കൻഡ് ജനറേഷൻ സൾഫോണൽ യൂറിയാസിൽ വരുന്നതാണ്. ഗ്ലിബൻഗ്ലമൈഡ്, ഗ്ലിബ്യൂറൈഡ്, ഗ്ലിമപ്പിറൈഡ് ഒക്കെ വരുന്നത് സെക്കൻഡ് ജനറേഷനാണ്. ക്ലോർപ്രോപ്പമൈഡും ടോൾബ്യൂട്ടാമോഡൊക്കെ ഫസ്റ്റ് ജനറേഷനാണ്. അടുത്ത ആൻറ്റിബയോട്ടിക് വിച്ച് ബൈൻഡ് ടു 30S സബ് യൂണിറ്റ്, അത് ഡോക്സിസൈക്ലിനാണ് 30S ബൈൻഡ് ചെയ്യുന്നത്. സെലക്റ്റീവ് ബീറ്റ-1 ആൻറ്റഗോൺ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇത് സിമ്പിളായിട്ടല്ല. സെലക്റ്റീവ് ബീറ്റ-1 ആൻറ്റഗോണിസ്റ്റ് അറ്റിനലോളാണ് ബീറ്റ-1 ആൻറ്റഗോണിസ്റ്റ്. അടുത്ത വിച്ച് ഷെഡ്യൂൾ സ്പെസിഫൈ റിട്ടൈലർ ടു കീപ്പ് എ കോപ്പി ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഫോർ 2 years. അത് ഷെഡ്യൂൾ എക്സ് ഡ്രഗിനാണ് നമ്മൾ അതിൻ്റെ കോപ്പിയൊക്കെ 2 വർഷമെങ്കിലും വെക്കണമെന്ന് പറയുന്നത്. അടുത്ത ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് ഓഫ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഓപ്ഷനകത്ത് 31 December 2016 ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത്. അടുത്ത ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് ആൻഡ് റിക്വയർമെൻറ്റ് ഈസ് സ്പെസിഫൈഡ് ഷെഡ്യൂൾ ഏതിലാണ്? ഗുഡ് ലബോറട്ടറി പ്രാക്ടീസാണ്. അപ്പോൾ ഷെഡ്യൂൾ L1 ആണ്. അടുത്ത ആസ് പെർ ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് 1954 വിച്ച് ഓഫ് ദ ഡിസോർഡേഴ്സ് ഓർ കണ്ടീഷൻ കനോട്ട് ബി ക്ലെയിംഡ് ടു ക്യൂർ. അതിൽ ഗോയിറ്റർ, ഗ്ലോക്കോമ, ഗാംഗ്രീൻ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത രജിസ്റ്റർ ഓഫ് ഫാർമസിസ്റ്റ് ഓൾസോ നോൺ ആസ് സെൻട്രൽ രജിസ്റ്റർ ആസ് പെർ ഫാർമസി ആക്ട് 1948 കണ്ടെയ്ൻ. അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നത് നെയിം ഓഫ് പേഴ്സൺസ് ഫോർ ദ ടൈം ബീങ് എൻറ്റേഡ് ഉണ്ടാവും, പബ്ലിക് ഡോക്യുമെൻ്റ്. അപ്പോൾ ആൻസർ ബോത്ത് A and B ആയിട്ട് വരും. അടുത്ത മാനുഫാക്ചർ ഓഫ് കോസ്മെറ്റിക് ടു കൺഫേം ടു ദ ലേറ്റസ്റ്റ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഏതാണ്? ഷെഡ്യൂൾ എസ് ഡ്രഗാണ്, എസ് ആട്ടോ. ലേറ്റസ്റ്റ് ബ്യൂറോ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് കോസ്മെറ്റിക്സ് പറയുന്നത് ഷെഡ്യൂൾ എസ് ആണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. അടുത്ത നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എനാക്റ്റഡ് 1985 1985 നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് നോമിനേറ്റഡ് ബൈ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നോമിനേറ്റ് ചെയ്യുന്നത് 5 ആൾക്കാരാണ്. 5 and B ആണ് ആൻസർ. വിച്ച് contravention of the any provision of drug and magic remedy 1954 punishable up to maximum imprisonment for 1 year വരെയാണ് maximum imprisonment. അടുത്ത ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഫോർ ആയുർവേദിക് സിദ്ധ ആൻഡ് യുനാനി മെഡിസിൻ ഷെഡ്യൂൾ ടിയിലാണ് വരുന്നത്. അടുത്ത വൺ among the below is not an objective of sales promotion. പ്രൈസ് കോണ്ടസ്റ്റ്, പോപ്പുലൈസറി ബ്രാൻഡ് നെയിം, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ്, അസിസ്റ്റ് ഡീലേഴ്സ്. അപ്പോൾ ഇതിൽ ആൻസറായിട്ട് വരുന്നത് എന്താണ്? പ്രൈസ് കോണ്ടസ്റ്റ് ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ല. അടുത്ത സയൻസ് ടു എക്സാമിൻ ആൻഡ് ചെക്ക് ദ അക്യുറസി ഓഫ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ, അതിന് നമ്മൾ അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അടുത്ത റെഫറൻസ് ചെക്ക് ഓഫ് ദ പേഴ്സൺ ഈസ് ദ പ്രോസസ് അണ്ടർ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സാണ്. അടുത്ത എ കോപ്പറേറ്റീവ് സൊസൈറ്റി റിക്വയർഡ് ടു രജിസ്റ്റർ അണ്ടർ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912 1912. അടുത്ത ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് കെമിക്കൽ ബൈ സ്റ്റാൻഡേർഡ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഇൻഡസ്ട്രിയാണ്. ഇത്രയും മതി. താങ്ക് യു ഫോർ വാച്ചിങ്. 75 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.